മാം ക്ലാസ് തുടങ്ങിയോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് മിസ്. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. സുഖാണോ എല്ലാവർക്കും? Good morning, ma'am. സുഖാണോ? Good morning, ma'am. കുറച്ച് ദിവസമായില്ലേ നമ്മളെ കണ്ടിട്ട്? Good morning, അതെ. ma'am. Okay. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ വായിച്ചു നോക്കിയാ? നോക്കിയായിരുന്നു മിസ്. നോക്കിയായിരുന്നോ? മതിയായിരുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ. ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റൽസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഹിസ്റ്ററീസ് ഓഫ് ഹോസ്പിറ്റൽ ഒന്ന് വായിച്ചു നോക്കട്ടാ. മിസ് കുറച്ച് കഴിയുമ്പോൾ ചോദിക്കാം. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയണേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കാം. നോക്കിയാ? വായിച്ചു നോക്കിയാ? റിവൈസ് ചെയ്താ? ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. ആരൊന്നും മിണ്ടണില്ലല്ലോ. നോക്കിയില്ലേ? വായിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു മിസ്. ഓക്കെ. എന്താണ് അറബിക് ഹോസ്പിറ്റൽ? ജോഷ്നി എന്ന് പറഞ്ഞേ. എന്താണ് അറബിക് ഹോസ്പിറ്റൽ? പേടിക്കണ്ട, മനസ്സിലായത് പറഞ്ഞാൽ മതി. അതിലത്തെ പോലെ വേർഡ്സുകളൊന്നും പറയാൻ നിൽക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. ജോഷ്നി എന്ന് പറഞ്ഞേ. എന്താണ് അറബിക് ഹോസ്പിറ്റൽ?
ജോഷ്നി ഇല്ലേ? സജിത ഒന്ന് പറഞ്ഞേ. സജിത. എന്താണ് അറബിക് ഹോസ്പിറ്റൽ? എല്ലാവരും ഇപ്പോഴാണോ വായിച്ചു നോക്കുന്നത്? അനുശ്രീ ഒന്ന് പറഞ്ഞേ. അനുശ്രീ. അനുശ്രീ അനു ഒന്ന് പറഞ്ഞേ. എന്താണ് അറബിക് ഹോസ്പിറ്റൽ? അനുശ്രീ പറഞ്ഞേ. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. അറബിക് ഹോസ്പിറ്റൽ എന്താന്ന്? റോമൻ മിലിറ്ററി ഹോസ്പിറ്റലിന്റെ ടൈമിലുള്ളതാണ് അറബിക് ഹോസ്പിറ്റൽ. പക്ഷെ അതിനെ ഇപ്പോഴൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. റോമൻ മിലിറ്ററി ഹോസ്പിറ്റലിലും ക്രിസ്ത്യൻ ഹോസ്പിറ്റലിലും അതിനേക്കാൾ മികവോടുകൂടിയായിരുന്നു അറബിക് ഹോസ്പിറ്റൽ നിലനിന്നിരുന്നത്. അതിന്റെ നമ്പറിനോട് താരതമ്യപ്പെടുത്താനായിട്ട് പറ്റിയിരുന്നില്ല അറബിക് ഹോസ്പിറ്റലിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ? അനുശ്രീ. അനുശ്രീ ഉണ്ടാ? അനുശ്രീ ഒന്ന് പറഞ്ഞേ. എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ? അനുശ്രീ ഉണ്ടോ? ജിബിൻ ഒന്ന് പറഞ്ഞേ. ജിബിൻ പറഞ്ഞോ. ജിബിൻ, എന്താണ് ഇന്ത്യൻ ഹോസ്പിറ്റൽ? ഗ്രീഷ്മ ഒന്ന് പറഞ്ഞേ. ഗ്രീഷ്മ. ആരും മിണ്ടണില്ലല്ലോ. ഗ്രീഷ്മ പറഞ്ഞു. Efficient hospital were built in India by 600 BC. കിങ് അശോക 273-232 BC കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹോസ്പിറ്റൽ, അതായത് അനാഥർക്ക് വേണ്ടി മോഡേൺ ഹോസ്പിറ്റലിന്റെ കൺസെപ്റ്റിലേക്ക് വന്നു. ആ കാലത്ത് അവർ ഫോളോ ചെയ്തിരുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സാനിറ്റേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് സിസേറിയൻ ആൻഡ് സി സെക്ഷൻ ആയിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത്. 10 വില്ലേജേഴ്സിന് ഒരു ഡോക്ടറിനെയാണ് അപ്പോയിന്റഡ് ചെയ്തിരുന്നത്. പിന്നെ പോപ്പുലേഷന് ബെറ്റർ ഹെൽത്ത് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അത് ചെയ്തിരുന്നത്. പിന്നെ ബുദ്ധയുടെ കാലത്ത് റീജിയൻ ഹോസ്പിറ്റൽ രോഗികൾക്കും അനാഥർക്കും വേണ്ടി തുടങ്ങി. വെരി ഗുഡ്, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി മിഡിൽ ഏജ് നാം എന്തൊക്കെയാ പറഞ്ഞത്? മുഹസീന എന്ന് പറഞ്ഞേ. മുഹസീന, മിഡിൽ ഏജില് നാം എന്തൊക്കെയാ പറഞ്ഞേ? മുഹസീന. ശ്രുതി ഒന്ന് പറഞ്ഞേ. ശ്രുതി. മുഹസീന പറഞ്ഞോ. മുഹസീന പറഞ്ഞോ. മിഡിൽ ഏജ് എന്ന് പറയുമ്പോ ഈ സമയത്ത് പ്രിന്റ് ഔട്ട് കയ്യിലില്ല, അതാണ് പ്രശ്നം. വാട്സ് ഏരിയതാ. അതായത് സ്മോളിനെ അപേക്ഷിച്ച് നോക്കുമ്പോ അതിലും കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് വരുന്നതായിരിക്കും. മിഡിൽ ഏജിന്റെ കാലഘട്ടം ഏതായിരുന്നു? 500 to 1500 AD. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്?
പോപ്പ് ഇന്നസെന്റ് ആ പറഞ്ഞോ. 1198 സമ്പന്നരായ ക്രിസ്ത്യൻസിന് ഉപദേശവും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് എല്ലായിടത്തും ഹോസ്പിറ്റലുകൾ പണിയാനായിട്ട് തുടങ്ങി. എന്തായിരുന്നു ഒരു റീസൺ കൂടി? 2 റീസൺ പഠിച്ചില്ലേ നമ്മള്? പഠിച്ചിരുന്നു. പിന്നെ കുരിശുയുദ്ധക്കാരുമായിട്ട് ഉള്ള അങ്ങനെ വർദ്ധിച്ച വരുമാനം ഉണ്ടാക്കാന്നല്ലേ? വാണിജ്യത്തിന് വർദ്ധിച്ച വരുമാനം ലഭ്യമാക്കാനായിട്ട് തുടങ്ങി. അതേസമയം തന്നെ കുരിശുയുദ്ധക്കാരുടെ ആഫ്രിക്കയിലും കോൺസെൻട്രേഷൻ നിർത്തുന്നതിന് മുമ്പ് തന്നെ. പിന്നെ ഇനി റിനൈസൻസ് ഏജ്. 1500 മുതൽ 1700 AD കാലഘട്ടമാണ് റിനൈസൻസ് ഏജ്. 14 മുതൽ 16 വരെയുള്ള സെഞ്ചുറിയിലെ കാലഘട്ടമാണ് റിനൈസൻസ് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. പിന്നെ 15th സെഞ്ചുറിയില് കുറെ സിറ്റികളും ടൗണുകളും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹെൽത്ത് കെയറിന്റെ സപ്പോർട്ടിനായിട്ട് വന്നു. ഇനി അടുത്ത ആള് കേട്ടാ, ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതി. മോഡേൺ പീരീഡ്. ശ്രുതി എന്ന് പറഞ്ഞേ. മോഡേൺ പീരീഡ്. ശ്രുതി ഉണ്ടോ? ശ്രുതി മാത്രം പറഞ്ഞാൽ മതിടാ. മോഡേൺ പീരീഡ്. എല്ലാരും ഓൺ ചെയ്ത് വെച്ചിട്ട് പോയേക്കണേ. ആരൊന്നും മിണ്ടണില്ലല്ലോ. അപർണ എന്ന് പറഞ്ഞേ. മോഡേൺ പീരീഡ്. 1750 തൊട്ട് 1950 AD ആണ് മോഡേൺ പീരീഡ്. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റ് ഹോസ്പിറ്റല് അമേരിക്കയിലെ ഫിലാഡൽഫിയയിലായിരുന്നു. അത് പെൻസിൽവാനിയ ഹോസ്പിറ്റലാണ്. അതുപോലെ ഗവൺമെന്റ് ഹെൽത്ത് കെയറിൽ ഗവൺമെന്റ് ഇൻവോൾവ്മെന്റ് ഗെയിൻ ചെയ്തത് 1926 അത് വേൾഡ് വാർ ഹീറോസിന് കൂടിയായിട്ട് അത് കുറെ ഡിപ്പാർട്ട്മെന്റ് ജോയിൻ ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇനി സുശ്രുത എന്താണ്? ഹസ്ന എന്ന് പറഞ്ഞേ. ഹസ്ന അഷ്റഫ്. ഹസ്ന എന്ന് പറഞ്ഞേ. സുശ്രുതയിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഹസ്ന പറഞ്ഞേ. അശ്വതി അച്ചു എന്ന് പറഞ്ഞേ. അശ്വതി. സുശ്രുതയിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പറഞ്ഞോ. ഫാദർ ഓഫ് സർജറി. അദ്ദേഹത്തെയാണ് സുശ്രുത എന്ന് പറയുന്നത്. സുശ്രുത സംഹിത എഴുതിയത് അദ്ദേഹത്തിന്റെ പ്രബന്ധത്തെയാണ് സുശ്രുത സംഹിത എന്ന് പറയുന്നത്. പിന്നെ ആ പ്രബന്ധത്തിൽ എന്തൊക്കെയായിരുന്നു? എന്ത് നോളജ് ആയിരുന്നു ഉണ്ടായിരുന്നത്? സർജറി. ഓക്കെ. ഇനി ചരകയില് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ചരകയില് സുഷ എന്ന് പറഞ്ഞേ. Charaka was one of the main contributors to the Ayurveda. Yes, Ayurveda is a system of medicine. ലൈഫ് ഡെവലപ്പ്, ജീവിത രീതി ഡെവലപ്പ് ആവാൻ തുടങ്ങി. ചികിത്സാ സമ്പ്രദായമെല്ലാം. He is known for the
medical treatise named Charaka Samhita. ആ One of the അതിന്റെ പ്രബന്ധമായിരുന്നു ചരക സംഹിത. Charaka Samhita. പിന്നെ പിന്നെന്ത് പഠിച്ചു? One of the basic tests of classical Indian medicine and Ayurveda. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് 17th സെഞ്ചുറി. ദിവ്യ ഒന്ന് പറഞ്ഞേ, 17th സെഞ്ചുറിയിൽ നാം എന്തൊക്കെ പഠിച്ചു? ദിവ്യ. മോഡേൺ സിസ്റ്റം എന്ന കൺസെപ്റ്റ് വന്നത് അതായത് ഇംഗ്ലീഷിൽ വായിച്ചോട്ടെ. പറഞ്ഞോ, നിങ്ങൾക്ക് അറേവൽ ക്രിസ്ത്യൻ, അതായത് അറേവൽ എന്ന് വെച്ചാൽ ആഗമനം, ക്രിസ്ത്യന്റെ വരവോടെയാണ് ഈ മോഡേൺ സിസ്റ്റം എന്ന ഒരു. രണ്ടാമത്തെ പോയിന്റ്, ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഫസ്റ്റ് ഹോസ്പിറ്റൽ ഇൻ 1664 ചെന്നൈയിലാണ് ഫസ്റ്റ് സോൾജേഴ്സിന് വേണ്ടി. ആൻഡ് 1668 കോമൺ പിന്നെ കൺസ്ട്രക്ഷൻ ഗ്രോത്ത് ഡ്യൂറിംഗ് ദി 18th ആൻഡ് ഏർലി 19th സെഞ്ചുറി. പിന്നെ ഫസ്റ്റ് മെഡിക്കൽ കോളേജില് കാലിക്കറ്റിലാണ് 1835 വന്നത്. പിന്നെ മുംബൈയിലാണ് 1845 ചെന്നൈയിൽ 1850 ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്നത്. ഇനി ഒരു പോയിന്റ് കൂടി ഉണ്ട്. 1885 1250 ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറി, അതായത് ഔഷധശാലകള്. പിന്നെ ഓൺലി റീച്ചിങ് എത്തിച്ചേർന്നത് 10% ഓഫ് പോപ്പുലേഷനിലാണ്. ഓക്കെ, എല്ലാരും ഇപ്പഴാണ് തോന്നല്ലേ വായിച്ചു നോക്കിയത്? ആണോ? അല്ല, ഒന്നുകൂടെ നോക്കി. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കാം. ഡൗട്ട്സ് ഉണ്ടോ ഈ ചാപ്റ്റേഴ്സിൽ? ഇൻട്രൊഡക്ഷനിലും മിനി ഹിസ്റ്ററി ഓഫ് ഹോസ്പിറ്റലിസം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇനി പറയണോ വല്ലതും? ഇല്ല, ഡൗട്ട്സ് ഇല്ല. നെക്സ്റ്റ് ചാപ്റ്ററിലൂടെ നടക്കാം. ഹെൽത്ത് കെയർ സിസ്റ്റം. ടീച്ചർ ഒരു കാര്യം പറയട്ടെ മിസ് ഒരു കാര്യം പറയണോട്ടെ. അതെ, ഇന്ന് ക്ലാസ് റെക്കോർഡ്, അതായത് ഇന്നത്തെ ക്ലാസ് വൈകുന്നേരം അമ്മയ്ക്കും റെക്കോർഡ് ഇടാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് അഥവാ ഒരു ദിവസത്തെ ലൈവ് ക്ലാസ് മിസ് ആവുകയാണെങ്കിൽ വൈകുന്നേരം നോക്കാലോ എന്ന് വെച്ചിട്ടാ. എന്നാൽ ചില ദിവസങ്ങൾ അതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ പിറ്റേ ദിവസം വരുന്നത്. ഞാനിവിടെ ഓഫീസിൽ പറയാട്ടോ. ഇവര് നാളെ 12 മണിക്ക് ശേഷം എങ്ങാണ്ടാണ് ഇടുന്നത് ഈ റെക്കോർഡ് ക്ലാസ്. അതായിരിക്കുള്ളൂ. ഞാനിവിടെ പറയാട്ടോ. നമുക്ക് ബുദ്ധിമുട്ടാണ്. പറയാട്ടോ. നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഉണ്ടായിരുന്നേ, ഇംഗ്ലീഷിന്റെ ആയിരുന്നേ, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഒക്കെ ആയിരുന്നേ. അപ്പൊ ഞാനൊരു 1/4 മണിക്കൂർ വൈകിട്ട് കയറി, കാരണം എനിക്ക് ഓഫീസിൽ പോണായിരുന്നേ. അപ്പൊ അത് വൈകി കയറിയപ്പം ബാക്കി എല്ലാം മനസ്സിലാവുന്നുണ്ട്. ആൾ ആദ്യം തൊട്ട് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾക്കൊരു കൺഫ്യൂഷൻ വീണ്ടും. എന്നിട്ട് അന്ന് തന്നെ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് നോക്കിയപ്പോ ക്ലാസ് ഇല്ല, 2 ദിവസമായി. അപ്പൊ അവിടെ തൊട്ടിട്ട് എനിക്ക് ക്ലാസ് അവതാളത്തിലായി ശരിക്കും പറഞ്ഞ. അപ്പൊ നേരെ മിസ്, ഒരു ദിവസത്തെ ക്ലാസ് നമുക്ക് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അന്ന് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നീട് നമുക്ക് കിട്ടാൻ എളുപ്പമുണ്ട്. എനിക്ക് മിസ്സിന്റെ കഴിഞ്ഞ ക്ലാസ് മിസ്സായിരുന്നു, പക്ഷെ ഇതുവരെ എനിക്ക് അതിന്റെ ശരിക്കും പറഞ്ഞ റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകൾ കേൾക്കുന്നു. പിന്നെ വീട്ടിലെല്ലാവർക്കും വൈറൽ ഫീവർ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ക്ലാസ് കണ്ടിന്യൂഷൻ ചെയ്യാൻ പറ്റിയില്ല. അന്ന് രാത്രി തന്നെയാണെങ്കിൽ ഇപ്പൊ കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുട്ടികളൊക്കെ ഒന്ന് കിടത്തിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒന്ന് പോസ്റ്റായി കഴിയുമ്പോ ക്ലാസ് നോക്കാലോ. ഞാൻ പറയാം. ഇന്നലത്തെ ക്ലാസ് ആണ് ഇതുവരെയും കിട്ടില്ല മിസ്. ഞാൻ പറയാട്ടോ, ഓഫീസിൽ പറയാട്ടോ. എന്റെ കൂടെ തന്നെ 2 കുട്ടികളും കൂടെ ഉണ്ട്. 3 പേര് ഞങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യണാണേ. അപ്പൊ ഞങ്ങൾക്ക് 3 പേർക്കും ഇത് ഉപകാരമായിരിക്കും അന്ന് തന്നെ ക്ലാസ് ഇടുകയാണെങ്കിൽ. പറയാം. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യാൻ പോണേ. എന്താ? ഓക്കെ മിസ്.
കേൾക്കാൻ പറ്റുന്നില്ല മാം. തുടങ്ങിയായിരുന്നു. മാമിനെ കാണുന്നില്ലല്ലോ. കാണുന്നില്ല എന്നെ? കേട്ടോ? കാണുന്നുണ്ട്. ഓക്കെ. ഓക്കെ. ഞാൻ ഓൾമോട്ട് മ്യൂട്ട് കൊടുക്കാൻ പോണേന്. നമുക്ക് തേർഡ് ചാപ്റ്റർ എടുക്കാം. ഓക്കെ ആണോ എല്ലാവരും? റെഡി ആണോ? അതെ മിസ്. ഓക്കെ. Chapter 3, Healthcare System in India. Traditional healthcare system in India. In India, besides the existence of modern medicine, traditional medical practitioners continue to practice throughout the country. Popular native healthcare tradition consists of Ayurveda, Yoga, Unani, Siddha, Homeopathy, and Naturopathy. എന്താണ് ട്രഡീഷണൽ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാല്? എന്താണ് ട്രഡീഷണൽ ഹെൽത്ത് കെയർ? പാരമ്പര്യ ചികിത്സ, പാരമ്പര്യമായിട്ട് ചികിത്സിക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ട്രഡീഷണൽ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെ? ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? പാരമ്പര്യ ചികിത്സകൾ ഏതൊക്കെയാണ്? അക്യുപഞ്ചർ, ആയുർവേദ ചികിത്സ, ഒറ്റമൂലികള്. പിന്നെ എന്തൊക്കെ അറിയാം നമുക്ക്? സിദ്ധ, യുനാനി, കുറെ പേര് മെസ്സേജ് ഇടുന്നല്ലോ, എല്ലാവർക്കും അറിയാലോ. അപ്പൊ എന്താണ് പാരമ്പര്യ ചികിത്സ അല്ലെങ്കിൽ പാരമ്പര്യ ചികിത്സകൾ എന്ന് പറയുമ്പോ എന്തൊക്കെ വരും? ആയുർവേദ വരും, യോഗ വരും, യുനാനി വരും, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അപ്പോ പണ്ട് കാലങ്ങളില് എന്താണ് പാരമ്പര്യ ചികിത്സകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? പാമ്പ് കടിച്ചാലോ അല്ലെങ്കിൽ വിഷം തീണ്ടിയാലൊക്കെ ഈ വൈദ്യന്മാരുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള് ചികിത്സ തേടുന്നത്? കണ്ടിട്ടുണ്ട്. പാരമ്പര്യേതര ചികിത്സയാണ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഇന്ത്യയില് ഇപ്പോ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് ആണ് നടക്കുന്നത്. മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡേൺ മെഡിസിൻ എന്തായിരിക്കാം ആലോചിച്ച് നോക്കിയേ. നമ്മ പറഞ്ഞു പണ്ട് കാലങ്ങളിൽ നമ്മള് ആയുർവേദം, യോഗ, യുനാനി ഒക്കെ എന്ന് പറഞ്ഞു. അലോപ്പതി. വെരി ഗുഡ്. അലോപ്പതി എന്ന് പറഞ്ഞാൽ എന്താണ്? അലോപ്പതി
ഇംഗ്ലീഷ് മരുന്ന് ചികിത്സയാണ്. അപ്പോ എന്താണ് ഇന്ത്യയില് ഇപ്പോ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് നിലനിന്നാൽ കൂടിയും എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ട്? ഇന്ത്യയില് മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ആയുർവേദയും യുനാനിയും ഹോമിയോപ്പതി സിദ്ധ സിസ്റ്റങ്ങളും സിദ്ധ അല്ലെങ്കിൽ സിദ്ധ ട്രീറ്റ്മെന്റുകളും നടത്തുന്നുണ്ടെന്നാണ് ആ പാരഗ്രാഫിൽ പറയുന്നത്. കൊടുക്കോ? വളരെ കൊടുക്കാവോ? ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? എന്താണ് ഇന്ത്യയിലെ ഇപ്പൊ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് അല്ലെ, അലോപ്പതി ട്രീറ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യേതര ചികിത്സകളും നടന്നുകൊണ്ട് പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പാരമ്പര്യേതര ചികിത്സകൾ എന്താണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. അപ്പൊ എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? ഇന്ത്യയിൽ ഇപ്പൊ മോഡേൺ ഇന്ത്യയിലായാലും മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ട് പോകുന്നെങ്കിലും അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും പരമ്പരാഗതമായ ചികിത്സകളും അവിടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പരമ്പരാഗത ചികിത്സയും നടന്നുകൊണ്ട് പോകുന്നുണ്ട്. മോഡേൺ മെഡിസിൻ എന്താണ്? ഇംഗ്ലീഷ് മരുന്ന്, ഇംഗ്ലീഷ് ട്രീറ്റ്മെന്റ് അല്ലെ. ഇംഗ്ലീഷ് മരുന്നുകളുടെ ട്രീറ്റ്മെന്റിനെയാണ് മോഡേൺ മെഡിസിൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അലോപ്പതിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ അലോപ്പതി ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ള പാരമ്പര്യേതര ചികിത്സകളും ഇന്ത്യയില് നിലനിൽക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണ്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ സിസ്റ്റം, പിന്നെ എന്താണ് ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. നിങ്ങൾ ആ ബ്രാക്കറ്റിൽ കണ്ടോ ആയുഷ് എന്ന് കൊടുത്തേക്കണത്? അത് ഈ ആയുർവേദയുടെ എ, യോഗയുടെ വൈ, യുനാനിയുടെ യു, സിദ്ധയുടെ എസ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയുടെ എച്ച്. ആ ഈ എല്ലാ പേരുകളുടെയും ഫസ്റ്റ് ലെറ്റർ ചേർന്നതാണ് ആയുഷ്. ഓക്കെ. ആയുഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ആയുഷ് എന്താണ്? ആയുഷ് കേട്ടിട്ടുണ്ടോ? ആയുഷ് ആയുഷ് എന്താണ്? ആരും കേട്ടിട്ടില്ല? ആയുർവേദം പ്രോഡക്ട്സുകൾ കണ്ടിട്ടുണ്ട്. ആയുഷ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ആയുർവേദ പ്രോഡക്ട്സിന്റെ പരസ്യം കണ്ടിട്ടുണ്ട്. ആ എന്ത് പരസ്യമാണ് കണ്ടേക്കണത്? എന്ത് പരസ്യമാണ് കണ്ടേക്കണേ? പലതരം മരുന്നുകളുടെ ആ പച്ചമരുന്ന്. പിന്നെ ഈ ഹോമിയോ മരുന്ന് ഇതായിട്ട് എന്തോ ഒരു ഇതുണ്ടല്ലോ, ആയുഷിന്റെ ആ ഒരു പ്രൊജക്ട് അല്ലേ ഗവൺമെന്റിന്റെ? ഓക്കെ. ആ അതിലേക്കാണ് നമുക്ക് വരാൻ പോകുന്നത് കേട്ടോ. ഇനി അടുത്തത് ആയുഷിനെ കുറിച്ചാണ് മിസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ. ആയുഷ് എന്ന് പറയുന്നത് ഈ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി, ഇവര് ഈ ആയുർവേദ, യോഗ, യുനാനി എന്ന് പറഞ്ഞല്ലോ, ഇതൊക്കെ ആയുഷിന്റെ ആയുഷ് മന്ത്രാലയം എന്ന് കേട്ടിട്ടുണ്ടോ? ആയുഷ് മന്ത്രാലയം കേട്ടിട്ടുണ്ടോ? ആയുഷ് മന്ത്രാലയം. അപ്പോ ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്ന ഈ ചികിത്സകളൊക്കെ. ഓക്കെ ആണോ? എന്താണ് പറഞ്ഞത്? ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് ഏതൊക്കെ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഇപ്പോ നിങ്ങൾ ഒരു യോഗയുടെ ഒരു ഇതിന് പോണേന്, എക്സസൈസിനോ എന്തെങ്കിലും, അപ്പോ അവിടെയുള്ള ഫ്ലെക്സ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഫ്ലെക്സിൽ കാണാൻ പറ്റും എന്താണ് ആയുഷ് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലൊക്കെ യോഗയ്ക്ക് പോകണ്ട? പോയിട്ടുണ്ടോ? യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ആരും പോയിട്ടില്ല? അപ്പൊ അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ പറ്റും എന്ത്
ആയുഷ് സർട്ടിഫൈഡ്. അല്ലെങ്കിൽ പോട്ടെ, ഇപ്പൊ ഒരു യോഗയുടെ കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ ചെയ്യാൻ പോണേ, അപ്പൊ യോഗയുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലേ, ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും ആയുഷ് സർട്ടിഫൈഡ് എന്ന്. എന്താണ്? സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് ഏതൊക്കെ? ഈ ആയുർവേദ ആയാലും യോഗ ആയാലും യുനാനി ആയാലും ഈ എന്താണ് ആയുഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആയുഷ് സർട്ടിഫൈഡ് ആയിരിക്കും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇത് വെറുതെ അറിഞ്ഞിരുന്നാ മതി, മനസ്സിലാക്കിയിരുന്നാ മതി കേട്ടോ. ലെക്ചർ നോട്ടായിട്ട് എഴുതിക്കൊള്ളണം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമ്മള് എന്താണ് ആയുഷിനെ കുറിച്ച് കുറച്ച് നോട്ട് മിസ് പറയാം. നിങ്ങൾ അത് ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുത്തോ കേട്ടോ. ആയുഷ് വന്നിരിക്കുന്നത്, ഫോം ചെയ്തിരിക്കുന്നത് 2014 നവംബർ 9 2014 നവംബർ 9 ഈ ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത്. 2014 നവംബർ 9 ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത്. ആയുഷ് വന്നിരിക്കുന്നത് 2014 നവംബർ 9 എഴുതിയോ എല്ലാവരും? ലെക്ചർ നോട്ട് എഴുതിയോ? ഓക്കെ. ഇനി ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്ന് പറയുന്നത് ആരുടെ കീഴിൽ വരുന്നതാണ്? ആയുഷിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ എഴുതാ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ആയുഷിന്റെ കീഴിൽ വരുന്നതാണ്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എഴുതാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. പിന്നെ നെക്സ്റ്റ് സെന്റൻസ് ആയിട്ട് നിങ്ങളുടെ രീതിയിൽ എഴുതി വെച്ചോട്ടാ. ഈ ആയുഷ് എന്ന് പറയുന്നത് ഏതൊക്കെ ലെറ്റർ ആണ്? ആയുർവേദയുടെ ഫസ്റ്റ് ലെറ്റർ, യോഗയുടെ ഫസ്റ്റ് ലെറ്റർ, യുനാനിയുടെ ഫസ്റ്റ് ലെറ്റർ, സിദ്ധയുടെ ഫസ്റ്റ് ലെറ്റർ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതിയുടെ ഫസ്റ്റ് ലെറ്റർ. അപ്പൊ അങ്ങനെ എഴുതി വെച്ചോ. ആയുഷ് വന്നിരിക്കുന്നത് ഇവയുടെ എല്ലാം ഫസ്റ്റ് ലെറ്ററിൽ നിന്നാണ്. ഓക്കെ. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് എഴുതി വെച്ചോട്ടാ. ആയുഷ് വന്നിരിക്കുന്നത് ഇവയുടെ എല്ലാം ഫസ്റ്റ് ലെറ്ററിൽ നിന്നാണ്. എഴുതിയോ? എഴുതാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ ഓക്കെ. ഒരാളൊന്ന് പറഞ്ഞേ, ആയുഷിനെ പറ്റി നമ്മൾ എന്തൊക്കെയാണ് എഴുതിയത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിച്ചത് ഇപ്പോ? Formed in 2014 യുനാനി, സിദ്ധ, യോഗ, ഹോമിയോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ആയുഷിന്റെ കീഴിൽ വരുന്നതാണ്. പിന്നെന്തൊക്കെ പഠിച്ചു? ഹോമിയോപ്പതി ഇതെല്ലാം ഈ ലെറ്റേഴ്സിന്റെ ഫസ്റ്റ് ലെറ്റർ ആണ് ഈ ആയുഷ് ഫോം ചെയ്തത്. നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്, ഡൗട്ട്സ് ഉണ്ടോ? രണ്ടാമത്തെ ഡൗട്ട്. രണ്ടാമത്തെ എന്താ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ആയുഷിന്റെ കീഴിൽ വരുന്നതാണെന്ന് പറഞ്ഞില്ലേ മിസ്? അതാണ് എഴുതിയിരിക്കുന്നത്. ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ആയുഷ്. ക്ലിയർ ആയോ?
ഇനി ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. ഈ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോണത് ദ ആയുർവേദ. പറഞ്ഞോട്ടെ മിസ്? ഓക്കെ. ദ ആയുർവേദ meaning science of life. System deals with causes, symptoms, diagnosis and treatment based all aspects of well-being, mental, physical and spiritual. എന്താണ് കോസസ്? കോസസിന്റെ മീനിങ് എന്താ? കോസസ് രോഗത്തിന്റെ കാരണങ്ങൾ അല്ലെ? രോഗം വരുന്നതിന്റെ കാരണങ്ങൾ. അറിയാത്തവരെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. രോഗത്തിന്റെ കാരണങ്ങൾ റീസൺ. യെസ്, വെരി ഗുഡ്. ശരിയാണ് കേട്ടോ, എല്ലാവരും പറഞ്ഞത് കറക്റ്റ് ആണ്. രോഗകാരണങ്ങൾ. എന്താണ് സിംറ്റംസ്? എന്താ സിംറ്റംസ്? ലക്ഷണങ്ങൾ. കറക്റ്റ് ആണ് കേട്ടോ ഹിമ. ലക്ഷണങ്ങൾ. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ലക്ഷണങ്ങൾ. ഡയഗ്നോസിസ് അറിയാലോ, നമ്മ ഫസ്റ്റ് തൊട്ടേ പഠിക്കണേണല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ പഠിക്കണേണ് ഡയഗ്നോസിസ് എന്താണ്. എന്താ ഡയഗ്നോസിസ്? രോഗനിർണയം. രേഷ്മ കറക്റ്റ് ആണ് കേട്ടോ. രോഗനിർണയം. ട്രീറ്റ്മെന്റ് അറിയാലോ. പിന്നെ ട്രീറ്റ്മെന്റ് ചികിത്സ. അപ്പൊ എന്താണ് ആയുർവേദത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ആയുർവേദന എന്താ പറയുന്നത്? സയൻസ് ഓഫ് ലൈഫ് എന്നാണ്. എന്താണ് സയൻസ് ഓഫ് ലൈഫ്? സയൻസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സയൻസ് ഓഫ് ലൈഫ് എന്തായിരിക്കും? ജീവശാസ്ത്രം. വെരി ഗുഡ്. അസ്ന കറക്റ്റ് ആണ്. ശ്രീലക്ഷ്മി ശരിയാണ് കേട്ടോ. അപ്പോ എന്താണ് ആയുർവേദ എന്ന് പറഞ്ഞാല് ജീവശാസ്ത്രം എന്നാണ് മീനിങ്. ഇനി എന്താണ് അത് ഡീൽ ചെയ്യുന്നത്? ആയുർവേദ ഡീൽ ചെയ്യുന്നത് എന്താണ്? മെന്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ. മെന്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മെന്റൽ മീനിങ് പറയണോ? പറഞ്ഞേ. മാനസികം അല്ലെ? മാനസികമായ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫിസിക്കൽ ശാരീരികമായ. ശരിയാണ് കേട്ടോ, കറക്റ്റ് ആണ്. സ്പിരിച്വൽ അറിയാലോ, നമ്മൾ നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. സ്പിരിച്വൽ ആത്മീയമായ. അപ്പൊ എന്താണ്? മെന്റലി ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിക്കോട്ടെ, നമ്മുടെ ശരീരത്തിൽ വരുന്ന രോഗത്തിന്റെ കാരണങ്ങള്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് രോഗം നിർണ്ണയിക്കല്, അതിന് കൊടുക്കേണ്ട ചികിത്സകളെ കുറിച്ചൊക്കെയാണ് ആയുർവേദ ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ആയുർവേദ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന്റെ ശാസ്ത്രം അല്ലെങ്കിൽ ജീവശാസ്ത്രം എന്നാണ് പറയുന്നത്. സയൻസ് ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. ആയുർവേദ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? മെന്റലി, സ്പിരിച്വലി, അല്ലെങ്കിൽ ഫിസിക്കലി ആയിക്കോട്ടെ, മെന്റലി ആയിക്കോട്ടെ, സ്പിരിച്വലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്കലി ആയിക്കോട്ടെ, രോഗം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, രോഗം നിർണയിക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ആയുർവേദ ഡീൽ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഇനി പറയണോ? ഓക്കെ. ഇനി അടുത്തതാണ് പറയാൻ പോകുന്നത് യോഗ. അടുത്തതാണ് യോഗ. യോഗ ചെയ്യുന്നവരുണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ യോഗ ചെയ്യുന്നവരുണ്ടോ? ഉണ്ട്. ഓക്കെ. എന്തൊക്കെയാണ് യോഗ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങള് എന്ന് പറഞ്ഞേ. യോഗ ചെയ്യുമ്പോ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നത്?
നമ്മുടെ മെന്റലി നല്ലൊരു ഹെൽത്ത്, നല്ലൊരു ഒരാളെ വെച്ച് പറയട്ടോ. പറഞ്ഞോ. മെന്റലി നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും. ഇപ്പൊ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല റിലീഫാണ്. കുറച്ചു നേരം നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്ന ഒരു ഫീലിംഗ് ആണ്. പിന്നെ നല്ല സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് നല്ലൊരു ഒരു ജീവിതത്തിലൊരു ഉഷാറും ഉന്മേഷമൊക്കെ തോന്നും. ഓക്കെ, ശരിയാണ് കേട്ടോ പറഞ്ഞ കാര്യങ്ങള്. നമുക്ക് നോക്കാം. ഓക്കെ, യോഗ. Yoga is both a science and an art that promote healthy living physically, mentally, morally and spiritually. എന്താണ് യോഗ എന്ന് പറഞ്ഞാല്? സയൻസ് ആണ് അല്ലെ? സയൻസ് ആണ്, അതുപോലെ തന്നെ ആർട്ടാണ്. യോഗയിൽ കുറെ ശവാസനം, അതുപോലെ എന്താണ് കുറെ ഇതൊക്കെ ഇല്ലേ, കുറെ ആസനങ്ങളൊക്കെ ഉണ്ടല്ലോ യോഗയില്. എന്തൊക്കെയാണുള്ളത്? ശവാസനം, പിന്നെന്താ, പിന്നെന്തൊക്കെയാണ്? വൃക്ഷാസനം, ശീർഷാസനം, പിന്നെ വൃക്ഷാസനം, പ്രാണായാമ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോ അതാണ് ആർട്ട് എന്ന് പറയുന്നത് അല്ലെ? കുറെ കാര്യങ്ങള്, കുറെ അധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് യോഗയില്. അപ്പോ യോഗ എന്ന് പറയുന്നത് എന്താണ്? സയൻസ് ആണ്, അതുപോലെ തന്നെ ആർട്ടുമാണ്, കലയുമാണ്. അത് എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത്? ഹെൽത്തി ലിവിങ്ങിന് അല്ലെ? ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സഹായിക്കുന്നു. മെന്റലി, സ്പിരിച്വലി, മോറലി ആൻഡ് ഫിസിക്കലി. എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫിസിക്കലി ആയാലും മെന്റലി ആയാലും മോറലി ആയാലും സ്പിരിച്വലി ആയാലും ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഹെൽത്തി അല്ലെങ്കിൽ എന്താണ് ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് യോഗ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ ആണോ? മോറലി എന്ന് പറഞ്ഞാൽ എന്താ? മോറലി മോറലി ധാർമ്മികം. ശരിയാണ്. ഇനി മെന്റലി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ? അതിന്റെയൊക്കെ മീനിങ്ങിന് പറയണോ? ഓക്കെ, ഇതിന്റെയൊക്കെ ചെറിയൊരു നോട്ട് ഉണ്ട്. ആയുർവേദയുടെയും യോഗയുടെയും ചെറുതായിട്ടൊരു ലെക്ചർ നോട്ട് നിങ്ങൾ എഴുതിയെടുത്തോട്ടാ. പറയാം, ആയുർവേദയുടെ എഴുതിയെടുത്തോ. സ്ഥലമുണ്ടോ എഴുതാനായിട്ട്? ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടോ നിങ്ങള്? അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയണേ കേട്ടോ. ഓക്കെ, ആയുർവേദ വന്നിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ആയുർവേദയുടെ നോട്ടാണ് മിസ് പറയുന്നത്, ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണേ കേട്ടോ. അപ്പോ ആയുർവേദം നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ആയുർവേദ നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ആയുർവേദ പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടാക്കിയിരിക്കുന്നത് 5 എലമെന്റ്സ് കൂടി ചേർന്നാണെന്നാണ് പറയുന്നത്. എന്താണ് ആയുർവേദ പറയുന്നത്? പ്രപഞ്ചത്തിലെ ഓരോ കണികകളും, ഓരോ ചെറു കണികകളും ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് ചേർന്നിട്ടാണ്. പറയാം. ആയുർവേദ നമ്മുടെ നാട്ടിലോട്ട് അല്ലെങ്കിൽ നാട്ടിലേക്ക് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി. ആയുർവേദ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് 5000 വർഷങ്ങൾക്ക് മേലെയായി. ഓക്കെ, ശരിയാണ്. അടുത്ത പോയിന്റിലോട്ട് വന്നേ കേട്ടോ. നമ്മുടെ നാട്ടില് ഓക്കെ കഴിഞ്ഞില്ലേ? നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾക്ക് മേലെയായി കഴിഞ്ഞില്ലേ? അത് നോട്ടായിട്ട് എഴുതിയില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്താ? ആയുർവേദം പറയുന്നത് നമ്മുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് കൂടിയിട്ടാണ്. ചിലർക്കൊക്കെ അറിയാൻ പറ്റും, ചിലർക്ക് കമന്റ് ഇടുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. ഏതൊക്കെയാണ്? ഓക്കെ, വായു, ജലം, 5 എണ്ണം ഉണ്ട്. വായു, ഭൂമി, ആകാശം, വായു, ജലം,
അഗ്നി. അങ്ങനെ 5 എലമെന്റ്സ് കൂടി ചേർന്നിട്ടാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടായിട്ടുള്ളത്. ആ 5 എലമെന്റ്സിനെ കോമൺ ആയിട്ട് ഒരു പേര് പറയും. അതെന്താണെന്ന് അറിയാമോ? പറയാം. 5 എലമെന്റ്സിന്റെ പേര് പറയാം. ആദ്യം ഭൂമി, ആകാശം, വായു, ജലം, അഗ്നി. യെസ്, പഞ്ചമഹാഭൂതങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോ ഈ 5 എലമെന്റ്സിനെയും കൂടി പറയുന്നത് പഞ്ചമഹാഭൂതങ്ങൾ. എന്താണ്? ആയുർവേദം പറയുന്നത് പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സിലൂടെയാണ്. 5 എലമെന്റ്സ് വഴിയാണ് പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടായിട്ടുള്ളത്. 5 എലമെന്റ്സ് ആണ് പറയുന്നത് ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഈ 5 എലമെന്റ്സിനെ കൂടിയിട്ട് കോമൺ ആയിട്ട് ഒരു പേര് പറയും. അതാണ് പഞ്ചമഹാഭൂതങ്ങൾ. പഞ്ചമഹാഭൂതങ്ങൾ. അപ്പൊ ഈ 5 എലമെന്റ്സും പ്രകൃതിയിലെ ഓരോ കണികകളിലും ഉണ്ടെന്നാണ് പറയണത്. ഓരോ കണികകളിലും ഉണ്ട്. ഓക്കെ, പ്രപഞ്ചത്തിലെ ഈ 5 എലമെന്റ്സും ഏതൊക്കെയാണ്? ആകാശം, ഭൂമി, വായു, അഗ്നി, ജലം. ഈ പഞ്ചമഹാഭൂതങ്ങള് പ്രപഞ്ചത്തിലെ ഓരോ കണികകളിലും ഉണ്ട് എന്നാണ് പറയുന്നത്. പഞ്ചമഹാഭൂതം എന്നാണ് എഴുതിയാൽ മതി. അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണ മിസ്. നിങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് പഠിക്കാനൊന്നുമില്ല, എന്നാലും അറിഞ്ഞിരിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് പറയണേ കേട്ടോ. നിങ്ങൾക്ക് ഈ PDF തരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി. ഇതിന് കൂടുതൽ ആഴ്ന്നിറങ്ങി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ ഈ 5 പഞ്ചമഹാഭൂതങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, അത് ഈ 5 കണികകളും എന്താണ്, അല്ലെങ്കിൽ 5 എലമെന്റ്സും നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും ഉണ്ട്. അത് 3 ഫോംസിലാണുള്ളത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? അറിയാൻ പറ്റുമല്ലോ. ഈ 5 എലമെന്റ്സും അല്ല ബ്രെയിൻ ഒന്നുമല്ല. ഈ 5 എലമെന്റ്സും 3 ഫോമിലാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉള്ളത്. യെസ്, വാദം ശരിയാണ് കേട്ടാ. വാത, പിത്ത, കഫ. എന്താണ്? കമന്റ് ചെയ്ത വാത, പിത്ത, കഫ. കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ, മെസ്സേജ് ബോക്സിൽ നോക്കിക്കോളൂ. വാത, പിത്ത, കഫ. അപ്പൊ എന്താണ്? ഈ പഞ്ചമഹാഭൂതങ്ങള് നമ്മുടെ ഹ്യൂമൻ ബോഡീസില് 3 ഫോംസിലാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. കമന്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഇട്ടിട്ടുണ്ട് മിസ്. കണ്ടോ എല്ലാവരും? ഓക്കെ, ആദ്യം മതി. വാദം, പിത്തം, കഫം എന്ന് എഴുതിയാലും മതി. ഓക്കെ, ആ 3 എണ്ണത്തിനെയും കോമൺ ആയിട്ട് ഒരു പേര് പറയും. ഏതാണെന്ന് അറിയാമോ? ഏതാണ് ആ പേര്? അറിയോ? ത്രിദോഷം. വെരി ഗുഡ്, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ത്രിദോഷം. ത്രിദോഷം അല്ലെങ്കിൽ ത്രിദോഷങ്ങൾ എന്ന് എഴുതിക്കും. ത്രിദോഷങ്ങൾ. വാത, പിത്ത, കഫ. ഈ 3 ഫോം അല്ലെങ്കിൽ 3 കമ്പോണൻസിനെയും കൂടി നമ്മൾ എന്ത് പറയും? ത്രിദോഷങ്ങൾ എന്ന് പറയും. അപ്പൊ എന്താണ് ആയുർവേദത്തിൽ പഠിച്ചത് നമ്മള്? ആയുർവേദം വന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട്
5000 വർഷങ്ങൾക്ക് മേലെയായി. ആയുർവേദം പറയുന്നത് എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് എന്താണ്? ഈ 5 എലമെന്റ്സ് കൂടിയിട്ടാണ്. 5 എലമെന്റ്സ് ഏതൊക്കെയാണ്? ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി. ഈ 5 എലമെന്റ്സിനെയും കൂടി പറയുന്നതാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഈ പഞ്ചമഹാഭൂതങ്ങള് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ ബോഡിയിൽ 3 ഫോംസിലാണ് ഉള്ളത്. അതാണ് ഏതൊക്കെ? വാത, പിത്ത, കഫ. ഈ 3 കമ്പോണൻസിനെയും കൂടി പറയുന്നതാണ് ത്രിദോഷങ്ങൾ. ഓക്കെ ആണോ? ഇനി പറയണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. ഇനി ആയുർവേദത്തിന്റെ ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ആയുർവേദത്തിന്റെ ബെനഫിറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞേ. നോ സൈഡ് എഫക്ട്സ്. ശ്രുതി രശ്മി കറക്റ്റ് ആണ്. ആതിര ശരിയാണ് കേട്ടോ. അപ്പൊ എന്താണ് ആയുർവേദത്തിന്റെ ബെനഫിറ്റ് എന്ന് പറയുന്നത്? എന്താണ്? ലെക്ചർ നോട്ടായിട്ട് എഴുതിക്കോ കേട്ടോ. നോ സൈഡ് എഫക്ട്സ്. സൈഡ് എഫക്ട്സുകളൊന്നും ഉണ്ടാവില്ല. പിന്നെന്താണ്? എങ്ങനെയാണ് അവർ മെഡിസിൻ ട്രീറ്റ്മെന്റ് നടത്തുന്നത്? അല്ലെങ്കിൽ മെഡിസിൻ എങ്ങനെയാണ് രോഗികൾക്ക് കൊടുക്കുന്നത്? എങ്ങനെയായിരിക്കും? നാച്ചുറൽ മെഡിസിൻ അല്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും അവരെടുക്കണത്? ഓക്കെ. നാച്ചുറൽ ആയിട്ട്. വേറെ എന്തെങ്കിലും? നാച്ചുറൽ എന്ന് പറയുമ്പോ എന്തൊക്കെയാണ് വരാൻ? എന്താണ് വരുന്നത്? ചെറിയ സസ്യങ്ങൾ അല്ലെ, അല്ലെങ്കിൽ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടല്ല അവര് മെഡിസിൻ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്ലാന്റ്സിലൂടെയൊക്കെ അല്ലേ? അപ്പോ എന്താണ്? അത് എഴുതിക്കോ കേട്ടോ. അവര് രോഗികൾക്ക് മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നത് സസ്യങ്ങളിലൂടെ, സസ്യത്തിന്റെ ഇതിലാണ്. പ്ലാന്റ്സുകളൊക്കെ എടുത്തിട്ടാണ്. നിങ്ങളുടെ രീതിയിൽ എഴുതിക്കോളൂ കേട്ടോ. സസ്യങ്ങൾ ശരിയാണ് കേട്ടോ. അപ്പോ ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചത്? സൈഡ് എഫക്ട്സുകൾ ഒന്നും ഉണ്ടാവില്ല ആയുർവേദിക് മെഡിസിന്. പിന്നെ അതുപോലെ തന്നെ രോഗികൾക്ക് ട്രീറ്റ്മെന്റുകൾ പ്രദാനം ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സസ്യങ്ങളിലൂടെയൊക്കെയാണ്, അല്ലെങ്കിൽ നാച്ചുറൽ ട്രീറ്റ്മെന്റിലൂടെയാണ് അവര് മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. നാച്ചുറൽ എഴുതിയാലും മതി കേട്ടോ. ഇത്രയും എഴുതിയില്ലേ? ഓക്കെ. അപ്പൊ ആയുഷ് വന്നിരിക്കുന്നത് ഏത് ഇയറിലാണ്? ആയുഷ് മറക്കരുതിട്ടോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണേ. ആയുഷ് വന്നിരിക്കുന്നത് ഏത് ഇയറിലാണ്? 2014 നവംബർ 9. ഓക്കെ. ആയുർവേദത്തെ കുറിച്ച് മനസ്സിലായില്ലേ? ആയുർവേദം ഇനി പറയേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ. ഇനി യോഗ മനസ്സിലായില്ലേ? മിസ് പറഞ്ഞത് സയൻസ് ആൻഡ് ആർട്ടാണ്. അതുപോലെ ഹെൽത്തി ലിവിങ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഫിസിക്കൽ ആയാലും മെന്റലി ആയാലും അതുപോലെ മോറലി ആയാലും സ്പിരിച്വൽ ആയാലും ഹ്യൂമൻ ബീയിങ്സിന് ഹെൽത്തി ലിവിങ് ആണ് എന്ത് പ്രദാനം ചെയ്യുന്നത്? യോഗ പ്രദാനം ചെയ്യുന്നത്. അതുപോലെ യോഗയുടെ ബെനഫിറ്റ്സുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമല്ലോ. പറഞ്ഞല്ലോ ബെനഫിറ്റ്സുകൾ ഒന്ന് എഴുതി നോക്കിയേ. എന്തൊക്കെയാണ് വരാം? ഹാപ്പിനെസ് ഉണ്ടാവും അല്ലെ? ഹാപ്പിനെസ് ഫസ്റ്റ് പോയിന്റ് ഒന്ന് എഴുതിക്കോ. ഹാപ്പിനെസ് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി എഴുതിയാൽ മതി. ഹാപ്പിനെസ്. അതുപോലെ എന്താണ്? ഹെൽത്തി ബോഡി പ്രൊവൈഡ് ചെയ്യുന്നു. ടു പ്രൊവൈഡ് ഹെൽത്തി ബോഡി ലിവിങ്. ഹെൽത്തി ബോഡി. ഹെൽത്ത് ലിവിങ്. ഓക്കെ. പിന്നെന്താണ്?
പോസിറ്റീവ് മൈൻഡ് കിട്ടില്ലേ നമുക്ക്? പോസിറ്റീവ് മൈൻഡ് ഉണ്ടാകും. പോസിറ്റീവ് മൈൻഡ്. പിന്നെന്താ? പിന്നെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. ഹോർമോൺ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു. ക്ലിയർ ആയോ പോയിന്റ്? ഹോർമോൺ ഡിസീസസ്, ഹോർമോൺ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു. ശരിയാണ് ദീപ്യ, കറക്റ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് യോഗയുടെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ഹാപ്പിനെസ് ഉണ്ടാവും, മൈൻഡ് റീഫ്രഷ് ആവും, പിന്നെ എന്തൊക്കെയാണ്? ഹെൽത്തി ബോഡി ലിവിങ്, പിന്നെന്താ? ഹോർമോൺ ഡിസീസസിനെ പ്രിവെന്റ് ചെയ്യുന്നു. എല്ലാവർക്കും കിട്ടിയില്ലേ പോയിന്റ്? കിട്ടാത്തവരുണ്ടോ? ഓക്കെ, ഇനി പറയണോ മിസ്? യോഗനെ കുറിച്ചും ആയുർവേദയെ കുറിച്ചും എല്ലാ പോയിന്റ്സും ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? നെക്സ്റ്റ് പറയട്ടെ. യുനാനി സിസ്റ്റം. Unani system of medicine tries in promotion of health, prevention of diseases and cure. എന്താണ് യുനാനി സിസ്റ്റം? എന്താണ്? യോഗനെ പോലെ തന്നെയാണ് അല്ലേ? എന്താണ് പറയുന്നത്? ഹെൽത്ത് പ്രമോഷൻ, നല്ല ഹെൽത്തി ലിവിങ് പ്രദാനം ചെയ്യുന്നുണ്ട്. അത് പിന്നെന്താ? ഡിസീസസ്, ഹ്യൂമൻ ബീയിങ്സിൽ ഉണ്ടാവുന്ന ഡിസീസസ്, രോഗങ്ങള് പ്രിവെന്റ് ചെയ്യുന്നു, രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു. പാഠം മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആവുന്നുണ്ടോ? എളുപ്പല്ലേ ആ പോയിന്റ്? യുനാനിൽ പറയുന്നത് എന്താ? ഓക്കെ, യുനാനിൽ പറയുന്നത് എന്താണ്? ഹെൽത്തി ലിവിങ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ ശരീരത്തിൽ ഉണ്ടാവുന്ന രോഗങ്ങളെ അല്ലെങ്കിൽ ശരീരത്തിൽ വരുന്ന രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു, തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, യുനാനിയുടെ ഫാദർ ആരാന്നറിയോ? യുനാനി സിസ്റ്റത്തിന്റെ ഫാദർ അറിയോ? യുനാനി സിസ്റ്റത്തിന്റെ ഫാദർ ആർക്കറിയില്ല? അക്ബർ അല്ല. അക്ബറിന്റെ കാലഘട്ടത്താണ് യുനാനി സിസ്റ്റം വന്നതെന്നാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിച്ചത് കേട്ടാ. അക്ബർ അല്ല. പിന്നെ അറിയില്ല ആർക്കും? ഹിപ്പോക്രാറ്റസ്. കറക്റ്റ് ആണ് കേട്ടോ. അരിഫ, അതുല്യ ശരിയാണ് കേട്ടോ. സോണിയ കറക്റ്റ് ആണ്. അപ്പോ ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത് ആരാണ്? ഹിപ്പോക്രാറ്റസ്. ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി വെക്കണോട്ടാ, ഇമ്പോർട്ടന്റ് ആണ്. ഫാദർ ഓഫ് യുനാനി ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതാ, ഹിപ്പോക്രാറ്റസ്. ഇദ്ദേഹം ഏത് ഫിലോസഫർ ആണെന്ന് പറയാൻ പറ്റോ? ഏത് ഫിലോസഫർ ആണെന്ന്? ഗ്രീക്ക് ഫിലോസഫർ. വടിയിൽ എഴുതാ, ഗ്രീക്ക് ഫിലോസഫർ. ശരിയാണ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഇദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. പിന്നെ അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാ, മനസ്സിലാവാൻ വേണ്ടി എഴുതി തന്നതാണ് കേട്ടോ. ഇത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കൂടുതൽ ഇതിനെ കുറിച്ചൊന്നും പറയണ്ട, പഠിക്കണ്ട. നിങ്ങള് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയണേണ് കേട്ടോ. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാ, ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ 2 തിയറീസ്. ദിസ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ 2 തിയറീസ്. This system is based on 2 theories. First one is Chadurdosha theory. Chadurdosha.
Chadurdosha theory. Comment box Chadurdosha theory. And second one is Chadur-Buddha theories. Chadur-Buddha theories. Comment box tarata. Video. And this system deals with two theories. Chadur-Dosha theory, Chadur-Buddha theories. Clear ആയോ? എഴുതിയോ എല്ലാവരും? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പറയാം. നിങ്ങൾക്ക് ഒരു പോയിന്റ് കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടിയും പറയാം കേട്ടോ. ഒരു പോയിന്റും കൂടി എഴുതിക്കോ കേട്ടോ. System said that four components system said that four components are seen, S-E-E-N, seen, are seen in human body. Are seen in human body. System said that four components are seen in human body. System said that four components are seen in human body. Four components ആണ് പറയുന്നത്. First one is blood. Second one is kapha. നമ്മൾ നേരത്തെ എഴുതിയത് kapha. കമന്റ് ബോക്സിൽ ഇടാട്ടോ. bile. And fourth one is black bile. Comment boxil ഉണ്ട് ട്ടോ. Four components. The system said that four components are seen in human body. Are seen in human body. System said that four components are seen, S-E-E-N, seen in human body.
എന്നിട്ട് അടിയിൽ എഴുതാ ബ്ലഡ്, പിന്നെന്താ പറഞ്ഞത്, ബ്ലഡ്, കഫ, ബെയിൽ. ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? പിത്തരസം. പിത്തരസം. ബ്ലാക്ക് ബെയിൽ ആൻഡ് ബ്ലാക്ക് ബെയിൽ. ഓക്കെ. അപ്പൊ എന്താണ് ഈ ബ്ലഡ് അല്ലെങ്കിൽ കഫ, ഈ കഫയുടെ ഒക്കെ അളവ് ശരീരത്തിൽ നമ്മൾ കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാലോ എന്താണ് രോഗം നമുക്ക് ഉണ്ടാകും. നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പിത്തരസം, ബെയിൽ എന്ന് പറഞ്ഞാല് പിത്തരസം. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാല് രോഗം നമ്മൾക്ക് സംഭവിക്കുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു. ആയുർവേദത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ത്രിദോഷങ്ങള്, വാത, പിത്ത, കഫ എന്ന്. അതിലും ഇത് തന്നെയാണ് കേട്ടോ പറയണത്. എന്താണ് പിത്തരസത്തിന്റെയോ അല്ലെങ്കിൽ കഫത്തിന്റെയോ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാല് നമ്മൾക്ക് രോഗങ്ങള് വരുന്നു, രോഗം ഉണ്ടാകുന്നു കേട്ടോ. കൺസെപ്റ്റിൽ വേണേ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ എന്താണ് ബ്ലാക്ക് ബെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ബ്ലാക്ക് ബെയിൽ? ബെയിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? പിത്തരസം. ബെയിലിന്റെ സ്പെല്ലിങ് BILE. എഴുതിയോ? ഇപ്പൊ എന്താണ് യുനാനി സിസ്റ്റത്തില് നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? യുനാനി സിസ്റ്റത്തില് എന്താണ് ഫാദർ ഓഫ് യുനാനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം ഗ്രീക്ക് ഫിലോസഫർ ആണ്. ഓക്കെ. പിന്നെന്താ പറഞ്ഞത്? പിന്നെന്തൊക്കെയാ പഠിച്ചത്? 2 തിയറീസിന്റെ കാര്യം പറഞ്ഞല്ലേ? ഏതൊക്കെയാണ്? ചതുർ ദോഷ ആൻഡ് ചതുർഭൂത തിയറീസ്. ഓക്കെ. ഇനി പിന്നെന്തൊക്കെയാ പഠിച്ചത്? നമ്മുടെ ശരീരത്തില് എന്തൊക്കെയാണ് 4 കമ്പോണൻസ് ഉണ്ടല്ലേ ഹ്യൂമൻ ബോഡിയില്? ഏതൊക്കെയാണ്? ബ്ലഡ്, കഫ ആൻഡ് ബെയിൽ ആൻഡ് ബ്ലാക്ക് ബെയിൽ, കറുത്ത പിത്തരസം. അപ്പോ ഇവ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ കുറഞ്ഞു കഴിഞ്ഞാലോ എന്താണ് രോഗം ഉണ്ടാകുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഒന്ന് വായിച്ചു നോക്കിയേ എടുത്തത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയേ, ചോദിച്ചേ. ഓക്കെ ആണോ എല്ലാവരും? ക്ലിയർ അല്ലേ ഇത്ര വരെ എടുത്തത്?
ഓക്കെ, ഇനി നമുക്കിന്ന് നെക്സ്റ്റ് എടുക്കാം. ഓക്കെ, സിദ്ധ സിസ്റ്റം. നെക്സ്റ്റ് പറയാൻ പോണത് സിദ്ധ സിസ്റ്റം. Attempt to define diseases as the condition in which the normal equilibrium of 5 elements in human beings is that result in different forms of discomfort. എന്താണ് നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞില്ലേ 5 എലമെന്റ്സ്? ഏതൊക്കെയാ പറഞ്ഞത്? 5 എലമെന്റ്സ് ഏതൊക്കെയാ പറഞ്ഞത്? പഞ്ചഭൂതാസ് പറഞ്ഞ നമ്മള് ആയുർവേദത്തില് പറഞ്ഞ എല്ലാവരും? ആകാശം, വായു, ഭൂമി അല്ലേ? ഈ ആകാശവും വായുവും ഭൂമിയും എന്താണ്? പഞ്ചഭൂതാസ് എന്ന് പറഞ്ഞു. ഇനിയും അപ്പോ ഈ പഞ്ചഭൂതാസ് ആ 5 എലമെന്റ്സ് എന്ന് കണ്ടില്ലേ സിദ്ധ സിസ്റ്റത്തില്? സിദ്ധയില് മിസ് വായിച്ചപ്പോ 5 എലമെന്റ്സ് എന്ന് കണ്ടില്ലേ? ആയുർവേദയില് ഈ 5 എലമെന്റ്സ് ഉള്ള പോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും ഉള്ളത്. എന്താണ് 5 എലമെന്റ്സ്? ഏതൊക്കെയാണ്? അതിന്റെ കൺസെപ്റ്റ് എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളത് ഈ 5 എലമെന്റ്സിലൂടെയാണെന്നാണ് പറയുന്നത്. 5 എലമെന്റ്സ് ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി അല്ലെ? അങ്ങനെ ഈ 5 എലമെന്റ്സും കൂടി ചേർന്നിട്ടാണ് പഞ്ചഭൂതാസ് എന്ന് പറയുന്നത്. അതുപോലെ ഇനി അടുത്ത കൺസെപ്റ്റ് എന്താ പറഞ്ഞത്? ഈ പഞ്ചഭൂതാസ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിന്റെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ളത് ഏതൊക്കെ ഫോമിലാണ്? 3 ഫോംസിലാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. അതിനെന്തൊക്കെയാണ് പറയുന്നത്? ത്രിദോഷങ്ങൾ. ഈ കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിലും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ ആണോ? ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി കേട്ടോ. അല്ലാണ്ട് ഈ വരി വായിച്ച് പഠിക്കേണ്ടത് അങ്ങനെ ഒന്നുമില്ല. ആ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ ആണോ? അപ്പൊ എന്താണ് സിദ്ധ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത്? ആയുർവേദത്തിലെ കൺസെപ്റ്റ് പോലെ തന്നെ എന്താണ്? പഞ്ചമഹാഭൂതങ്ങള് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് 3 കമ്പോണൻസിലൂടെയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഏതൊക്കെ കമ്പോണൻസ് ആണ്? വാത, പിത്ത, കഫ. അതിനെ പറയുന്നത് ത്രിദോഷങ്ങൾ എന്നാണ്. ഓക്കെ, ലെക്ചർ നോട്ട് എഴുതി വെച്ചോ? നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങളുടെ ഭാഷയിൽ എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി ഈ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണെന്ന് അറിയോ? എവിടെ നിന്നാണ് സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നതെന്ന് അറിയോ? ഒന്നും കൂടിയും പറയണോ? പറയാം. എന്താണ്? ആയുർവേദത്തിലെ കൺസെപ്റ്റ് പോലെ തന്നെയാണ് സിദ്ധ സിസ്റ്റവും. പ്രപഞ്ചത്തിലെ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടാക്കിയിരിക്കുന്നത് 5 എലമെന്റ്സിലൂടെയാണ്. അതായത് ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, അഗ്നി, ജലം. ഈ 5 എലമെന്റ്സിനെയും കൂടിയാണ് നമ്മൾ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഈ 5 എലമെന്റ്സിനെയും പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറയുന്നു. ഓക്കെ ആണോ? ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ഈ 5 എലമെന്റ്സും നമ്മുടെ ശരീരത്തില് 3 കമ്പോണൻസിലൂടെയാണ് ഉള്ളത്. ഏതൊക്കെ കമ്പോണൻസ് ആണ്? വാത, പിത്ത, കഫ. അതിനെയാണ് ത്രിദോഷങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ത്രിദോഷങ്ങളിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിയോ കുറയുകയോ ചെയ്താൽ രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു, രോഗം വരുന്നു നമുക്ക്. ഓക്കെ, ഇനി സംശയമുണ്ടോ? ഇനി പറയണോ മിസ്? ഓക്കെ, ക്ലിയർ ആണോ? സദ്യ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഈ സിദ്ധ സിസ്റ്റം എവിടുന്നാണ് വന്നതെന്ന് അറിയോ ആർക്കെങ്കിലും? സിദ്ധ സിസ്റ്റം എവിടുന്നാണ് വന്നതെന്ന് അറിയോ? തമിഴ്നാട്. ആതിരരാജ് കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് തമിഴ്നാട് കൾച്ചറിൽ നിന്നാണ്. ലെക്ചർ നോട്ടായിട്ട് എഴുതിക്കൊള്ളാ. ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ് ഇതൊക്കെ. എക്സാമിന് വരും, ചിലപ്പോ വരാണ്ടിരിക്കാം. ഓക്കെ,
ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതാണ് മിസ് ഒന്നും കൂടി എപ്പോഴും എടുത്തെടുത്ത് പറയണത്. സിദ്ധ സിസ്റ്റം എന്താണ്? ഒരു ട്രഡീഷണൽ സിസ്റ്റം ആണ്. അത് വന്നിരിക്കുന്നത് തമിഴ്നാട് കൾച്ചറിൽ നിന്നാണ്. പിന്നെന്താണ്? 3 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഹ്യൂമൻ ബോഡിയില്? അത് എഴുതി വെച്ചായിരുന്നോ? ത്രിദോഷങ്ങൾ, വാത, പിത്ത, കഫ. നമ്മുടെ ശരീരത്തില് ഹ്യൂമൻ ബോഡീസില് 3 കമ്പോണൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതി വെക്കാം. ഓക്കെ, എഴുതാത്തവർ എഴുതിയാൽ മതി. കൺസെപ്റ്റ് മനസ്സിലായില്ലേ മക്കൾക്ക്? നീ പറയണ്ടല്ലോ. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ. ഈ സിദ്ധ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എഴുതിക്കോളൂ. സിദ്ധ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. കമന്റ് ചെയ്യണോ മിസ്? കമന്റ് ബോക്സിൽ ഇടാട്ടോ. Food is medicine and medicine is food. Okay. ഈ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായ? നമ്മള് നല്ല ആഹാരം കഴിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അതെന്താണ്? ആരോഗ്യം ഉണ്ടാവും അല്ലെ? മെഡിസിൻ ആയിട്ട്, അല്ലെങ്കിൽ ആരോഗ്യം ലഭിക്കും. ചീത്ത ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ അതിന് റിവേഴ്സ് സംഭവിക്കും. രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇതിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ഈ സിദ്ധ സിസ്റ്റത്തിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ് എന്നാണ്. ഈ മെഡിസിൻ ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ് എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ല രീതിയിൽ, നല്ല ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾക്ക് എന്താണ്? നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആണ് അല്ലെ? ബെറ്റർ ആയിരിക്കും. നമ്മുടെ ആരോഗ്യം അത് ബെറ്റർ ആയിട്ട് നിലനിൽക്കും. അതുപോലെ ചീത്ത ആഹാരമാണ് കഴിക്കുന്നതെങ്കിലോ നമ്മുടെ ശരീരത്തിന് റിവേഴ്സ് ആയിട്ട്, ബാഡ് ആയിട്ട് വന്ന് ഭവിക്കും അല്ലെ? നമ്മൾക്ക് രോഗങ്ങള് ഉണ്ടാകും. അതാണ് അതിന്റെ കൺസെപ്റ്റ് ആയിട്ട് പറയണത് കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് സിദ്ധ സിസ്റ്റം വരെയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സിദ്ധ സിസ്റ്റം വരെയാണ് എടുത്തിരിക്കുന്നത്. സിദ്ധ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മള് സിദ്ധ സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞു സിദ്ധ സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആയുർവേദത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ് സിദ്ധ സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞത്. എന്താണ്? പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടാക്കിയിരിക്കുന്നത് ഏതൊക്കെ എലമെന്റ്സ് കൊണ്ടാണ്? 5 എലമെന്റ്സ് കൊണ്ടാണ്. ഏതൊക്കെയാണ്? ആകാശം, വായു, ഭൂമി, ജലം, അഗ്നി. ഈ 5 എലമെന്റ്സിനെയും കൂടി പറയുന്നതാണ് പഞ്ചമഹാഭൂതങ്ങൾ. ഈ പഞ്ചമഹാഭൂതങ്ങള് ഹ്യൂമൻ ബീങ്സിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ ശരീരത്തില് 3 ഫോംസിലാണ്, 3 കമ്പോണന്റിന്റെ ഫോംസിലാണ്, കമ്പോണൻസുകളായിട്ടാണ് ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ്? വാത, പിത്ത, കഫ. ഈ വാതയോ പിത്തയോ കഫമോ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ അളവ് കൂടിയോ കുറഞ്ഞാലോ നമ്മുടെ ശരീരത്തില് അസുഖങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ, ഇനി എന്താണ്? ഈ സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് ഏത് കൾച്ചറിൽ നിന്നാണ്? തമിഴ്നാട് കൾച്ചറിൽ നിന്നാണ്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്? പിന്നെന്തൊക്കെയാ പറഞ്ഞത്? പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. ഓക്കെ, എന്താണ്? നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടാകുന്നു. അതുപോലെ എന്താണ്? ചീത്ത ആഹാരം കഴിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ശരീരത്തില് രോഗങ്ങള് ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ?
ആ കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ. ഡൗട്ട്സ് വല്ലതുണ്ടോ ഇത്ര എടുത്തതില്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരാളൊന്ന് പറഞ്ഞേ, ആയുഷ് എന്താണെന്ന് പറഞ്ഞേ. ആയുഷ് ആര് പറയും? ആയുഷ് ഫോം ചെയ്തിരിക്കുന്നത് 2014 നവംബർ 9-നാണ്. ട്രഡീഷണൽ ഹെൽത്ത് under the Ministry of Ayush. Ayush full form is the first letter of the 5 traditional health. പിന്നെന്താ ആയുർവേദനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഒരാൾ പറഞ്ഞേ. ഇന്ത്യയിലേക്ക് വന്നിട്ട് 5000 ആയുർവേദ നമ്മുടെ നാട്ടിലോട്ട് വന്നിട്ട് 5000 വർഷങ്ങൾ മേലെയായി. ആയുർവേദം പറയുന്നത് നമ്മുടെ പ്രപഞ്ചത്തിലെ ഓരോ കണികകളും ഉണ്ടായിട്ടുള്ളത് 5 എലമെന്റ്സ് ചേർന്ന് കൂടിയിട്ടാണ് ഓരോ കണികകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. ഭൂമി, ആകാശം, ജലം, വായു, അഗ്നി എന്നീ പഞ്ചമഹാഭൂതങ്ങൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഈ 5 എലമെന്റ് മനുഷ്യ ശരീരത്തിലെ എന്നാണ് ഇതിന് ഈ 3 എലമെന്റ് ഉള്ളത്. പിന്നെ ഇതിന് ഈ കമ്പോണൻസിന് പ്രദോഷങ്ങളാണ് നമ്മൾ പറയാം. പിന്നെന്താ യോഗയില് നമ്മൾ എന്തൊക്കെ പഠിച്ചത്? യോഗയുടെ ഗുണങ്ങൾ ഹെൽത്തി ബോഡി, ഹാപ്പിനെസ്, ഹെൽത്തി മൈൻഡ്, ഹെൽത്തി ഹോർമോൺ ഡിസീസസ്. പിന്നെ യുനാനി സിസ്റ്റത്തിന്റെ പിതാവാരായിരുന്നു? യുനാനിയിൽ എന്തൊക്കെ പഠിച്ചത് നമ്മള്? യുനാനിയില് റസിയോ എന്ന് പറഞ്ഞ് യുനാനി സിസ്റ്റത്തില് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പറഞ്ഞോ. യുനാനി സിസ്റ്റം റസിയോ എന്ന് പറഞ്ഞേ. of Unani system, Hippocrates. Prevention of disease. Hippocrates Greek philosopher ആണ്. ശരീരത്തിലെ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നു. Two theories. തിയറീസിനെ കുറിച്ച് പറഞ്ഞല്ലേ? ഏതാണത്? Chaturbhuda theory. System is component of human body. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് കൂടിക്കഴിഞ്ഞാൽ രോഗങ്ങൾ ഉണ്ടാവുന്നു. ഏതൊക്കെയാണ് കമ്പോണൻസ്? കമ്പോണൻസ് ഏതൊക്കെയാണ്? ഓക്കെ, പിന്നെതാ സിദ്ധ സിസ്റ്റം. അശ്വതി മാത്രം പറഞ്ഞാൽ മതി. അശ്വതി അജീഷ്. അശ്വതി ഉണ്ടോ? ആയുർവേദ കൺസെപ്റ്റ് പോലെ തന്നെയാണ് പഞ്ചമഹാഭൂതങ്ങള്, അതായത് വായു, ജലം, ഭൂമി, ആകാശം, അഗ്നി. ഇത് മൂന്നും ശരീരത്തില് 3 രൂപത്തിലാണ് ഫോം ചെയ്യുന്നത്. അതായത് പിത്തം, കഫം, ശരീരത്തിന് രോഗലക്ഷണങ്ങൾ കാണും, കൂടുകയോ കുറയുകയോ ചെയ്താൽ. പിന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നാണ് ഈ ഒരു സിസ്റ്റം വന്നത്. പ്രിൻസിപ്പിൾ ഓഫ് സിദ്ധ എന്ന് പറയുന്നത് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.
ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, miss. താങ്ക് യു മിസ്. Thank you, miss. Thank you, miss. Thank you, Thank you, miss. ഹലോ, ഇന്നലെ പഠിപ്പിച്ച മിസ്സാണോ? ഇന്നലെ ആരുടെ ക്ലാസ് ആയിരുന്നു? വേറെ മിസ്സായിരുന്നു. ഇന്നലെ വന്ദന മിസ് ആയിരുന്നു. നിങ്ങളാ കാപ്പറുണ്ടോ നോക്കിട്ട് പോകും.